ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോർജ് ആന്റണി. ഇന്ന് ഇതേ കൂടെ അജിച്ചേട്ടനുണ്ട്, എൻ്റെ നെയ്ബറാണ്, എൻ്റെ ഒരു ബ്രോയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പാതിരാമണൽ കാണാൻ പോണേണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു സോങ് വീഡിയോ എടുക്കണമുണ്ട് അവിടെ. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേ ലിസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് ഷൂട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ പാതിരാമണൽ കണ്ടിട്ടേ വരുള്ളൂ. അപ്പോൾ ബാക്കി അവിടെ ചെയ്യുന്നുണ്ട് അല്ലേ ചേട്ടാ? ഓക്കെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ബൈക്കത്ത് നമ്മുടെ ഒരു ഫ്രണ്ടും കൂടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ വെയിറ്റ് ആൻഡ് ചെയ്യാം, അവനെ കൂടി പരിചയപ്പെടുത്തുന്നതാണ് അവിടെ എത്തട്ടെ. ബൈക്ക് എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം. ഓക്കെ. അങ്ങനെ നമ്മൾ ഇത്തിപ്പുഴ ബ്രിഡ്ജ് കടന്ന് വൈക്കത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വൈക്കം TV പുരം എത്തിയിട്ടുണ്ട്. കണ്ടല്ലോ, നമുക്ക് പോകാനുള്ള നൗകയാണ് കിടക്കുന്നത്. കണ്ടോ, അതിൻ്റെ കപ്പിത്താനാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഇവിടെ പ്രവീണുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കേട്ടോ, നമ്മുടെ ശരീരം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. കേട്ടോ, ഇവിടുത്തെ ലൊക്കേഷൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ ഫ്രണ്ട് സജിലാലുണ്ട്. സജിലാലിന് കേട്ടോ, സജിലാലിനെ കാണിച്ചാൽ ചേട്ടാ പോകാൻ കേട്ടോ. നമ്മുടെ പ്രവീൺ ഇവിടെ നിന്ന് വഞ്ചി എടുക്കുന്നുണ്ട് പോകാനുള്ള. ഈ കല്ലുമക പൊളിച്ചതിൻ്റെ ബാക്കി സാധനങ്ങൾ കിടക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ലൊക്കേഷൻ. അജിച്ചേട്ടോ വേഗം വാ, അതായത് നമ്മുടെ ബെൻസ് റെഡിയാണ്. ഡ്രൈവറും ഉണ്ട് ഇവിടെ. ഡ്രൈവർ നമ്മുടെ ബെൻസിൻ്റെ ഡ്രൈവർ, ബെൻസാണ് കാണുന്നത്. കയറിക്കോ, വേഗം കയറിക്കോ. വെള്ളത്തിന് ഓണർ അവനാണ്, ബെൻസിൻ്റെ ഓണർ, അങ്ങനെയാണ് പറയേണ്ടത്. ബെൻസിൻ്റെ ഓണറാണെന്നാണ്. ഇപ്പൊ ബെൻസ് ഓടിയല്ല ഞങ്ങളുടെ ഇതാണ്. അപ്പൊ എല്ലാ സാധനമൊക്കെ കയറ്റിട്ടുണ്ട്. നമ്മുടെ ഗിറ്റാറും ബാഗ് എല്ലാം എടുത്ത് അപ്പൊ പോയിട്ട് വരാം. ഞാനിവിടെ എവിടെ ഇരിക്കാനാ, എവിടെയാണെന്ന് പറ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ് ഇവിടുന്ന്. പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ട്. നിങ്ങൾ മിണ്ടാഞ്ഞ പറഞ്ഞ ഇങ്ങനെ ഇരിക്കണായിരുന്നു, ചോദിച്ച അപ്പൊ പിന്നെ എല്ലാരും അല്ലേ. തീർച്ചയായിട്ടും രാവിലത്തെ വർക്ക് കഴിക്കാൻ തന്നെയാണോ? മീൻപിടുത്തം കഴിക്കാനോ രാവിലെ? കക്ക ഓക്കെ. കക്ക വരൽ കഴിക്കാൻ വന്നാണ് കാരണം ഒരു ചേട്ടാ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മോട്ടർ റെഡി ആയിട്ടുണ്ട്. മോട്ടർ സ്റ്റാർട്ടായി ഡ്രൈവിംഗ് പണി തുടങ്ങി. അതെ, പ്രവീണിന്റെ അനിയനാണെന്ന്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാണുന്ന ദ്വീപ് കണ്ട, ആ ദ്വീപിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണത്. അവിടെ എന്താ ഉള്ളതെന്നൊന്നും എനിക്കറിയൂടാ, അതൊക്കെ പ്രവീണ് മാത്രമേ അറിയുള്ളൂ. നമ്മൾ അടുത്തേക്ക് എത്തി. പ്രവീണിന്റെ മാസ്മരിക്ക് ഒരു സംഭവം കാണിച്ചു തരാം. കണ്ട അവരെ മറ്റേ പായലിന്റെ അടുത്ത് വെട്ടിച്ചെടുത്താ കണ്ടോ എനിക്ക്. ദ്വീപിനെ പറ്റിയെത്തിയിട്ടാ. ഈ ദ്വീപിന് ചിലപ്പോഴേ ഇറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് പ്രവീൺ പറയുന്നത്. അവിടെ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നേരെ നമ്മൾ പാതിരാമണലിൽ പോകണേണ്. ഇവിടെ നിന്ന് നമ്മളിവിടെ കാണാൻ പറ്റുമെങ്കിൽ അതുകൂടി കയറി കാണാനുള്ള ഒരു പ്ലാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണേണ്ട് കാണുന്നത്. ഡ്രൈവർ തകർക്കുന്ന ഒരു രക്ഷയില്ല, കപ്പിത്താൻ പൊളിക്കുന്നതാണ്. മതി മൊത്തം പൊളിയാണ്. ഞങ്ങൾ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ ഒരു പാട്ടിൻ്റെ. അപ്പോൾ നമ്മുടെ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടൊരു പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, അതിനകത്ത് ഉണ്ടാവും ഈ പാട്ട്. അതിൻ്റെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അയച്ചേട്ടൻ ഞാൻ പറഞ്ഞില്ല വിസിൽ സോങ്ങിൻ്റെ ആളാണ്. ഞാൻ എൻ്റെ ഗിറ്റാറൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അതിൻ്റെ ഇടയിൽ വ്ളോഗും നടക്കണമല്ലോ, രണ്ടും നടക്കണമല്ലോ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിലൊരു വീഡിയോ എടുക്കാൻ കാരണം കേട്ടോ. അല്ല ഇവിടെ മുഴുവൻ കക്കവാരണവരാണ്. കണ്ടോ, ഞാൻ കാണിച്ചു തരേ. കണ്ടോ, ചുറ്റും കക്കവാരണമാണ്. ഈ കാണുന്നതെല്ലാം നിങ്ങൾക്ക് എത്രത്തോളം വിഷ്വൽ കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് തന്നെ ഇപ്പോൾ കാണുന്നത് 6 മുന്നിലാണ്.
പിന്നെ കുറേ പേര് പോയി. നമ്മളവിടെ വഞ്ചി കയറാൻ നിന്നപ്പോൾ കണ്ടില്ലായിരുന്നു എന്തോരം പേര് വഞ്ചിയായിട്ട് വന്നത്. അപ്പം ഇവിടെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞില്ലേ പാട്ടിൻ്റെ, അപ്പം അതിൻ്റെ അകത്തേക്ക് കിടക്കണതാണ്. അതിന് ശേഷം വീണ്ടും വ്ലോഗിലേക്ക് പോകും അല്ലേ. പ്രവി തുടങ്ങാം. നമ്മുടെ കപ്പിത്താൻ പറയണത് ഇവിടുത്തെ ഫ്രെയിം പോരാ, അപ്പുറത്ത് ഫ്രെയിം വെച്ചോ മതി എന്നാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ നോക്കി പോകണമാണ് ഈ കാണുന്നത്. ഞാൻ അവനോട് പറഞ്ഞു ഡയറക്ഷൻ സൈഡും ക്യാമറ സൈഡും കയറാൻ നിൽക്കരുതെന്ന്, പക്ഷേ സമ്മതിക്കണില്ല. വഞ്ചിയിലായി പോയില്ല അവൻ. വല്ല അല്ലേ കാര്യം അത്ര രീതിയിപ്പോൾ അവൻ പറഞ്ഞ കേൾക്കേണ്ട വരുമല്ല. ഇവിടെ ഒരു ചേട്ടൻ മുങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ വഞ്ചിയിലാണ്. പൊങ്ങിയാണ് കക്കുവാരനാണ് കാണുന്നത്. കണ്ടോ ചേട്ടൻ കക്കുവാരിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചേട്ടൻ മുങ്ങിയിട്ടുണ്ട് കേട്ടോ, കക്കുവാരനാണ് കാണുന്നത്. ഇവിടെ ഒരു ദ്വീപൊക്കെ ഉണ്ട്. അത് കണ്ട അല്ല കാണി അത് കണ്ട അതിൽ നിന്ന് വിട്ടുപോകുന്നു. എവിടെ നിൽക്കണമെന്ന് നോക്കിയേ, കായലിന്റെ നടുക്ക്. ഞാൻ മാത്രമല്ല ഞങ്ങൾ പാട്ടിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കണായിരുന്നു. എടാ എന്ത് ചെയ്യുമെന്ന് പറയടാ. എടാ പ്രവി അത് ഇടാൻ പറ്റണ്ട. എന്താ സംഭവം എടാ? ചെണ്ടപ്പോ എങ്ങനെ കാണിച്ച നിങ്ങടെ നോക്കി. എടാ എവിടെ നിക്കണെന്ന് നോക്കി. കായലിന്റെ നടുക്ക് വെച്ചിത് മോട്ടറിന്റെ ആ വലിച്ച് സ്റ്റാർട്ട് ചെയ്യണ സാധനം പൊട്ടിച്ച് നോക്കിയേ. അല്ല അവനറിഞ്ഞു പൊട്ടിച്ചല്ല, പക്ഷെ സിറ്റുവേഷൻ നോക്കണേ. എവിടെ നിക്കണെന്ന് നോക്കി. അങ്ങനെ ഈ ഇങ്ങനത്തെ കായലിന്റെ നടുക്ക് ഇതൊന്നും ചെയ്യാനില്ല. പങ്കായ എടുക്കുക. ഇതൊന്നും നോക്കാനല്ല മച്ചാന്മാരതെ. ആകെയുള്ള ഒരു കച്ചിത്തിരുമ്പ് ഇതാണ്. അല്ല ഇത് കയ്യിൽ നിന്ന് പോയ പണിയാവൂല്ലേ, ചെറിയ പണിയല്ലത്. അല്ല ഞാൻ ചോദിക്കണത് അതല്ല ഞാൻ ചോദിക്കണത് ഇങ്ങനൊരു പണി റോഡിലൊക്കെ വെച്ച് നമ്മുടെ ബൈക്കിന് ട്രിപ്പ് പോകുമ്പോൾ പഞ്ചർ കിട്ടൂലേ, അതുപോലത്തെ ഒരു പണിയാണ് ഇത്. സിമ്പിളാണ്, പക്ഷെ ഒന്ന് ഓർത്ത് നോക്കിയേ. അല്ല അങ്ങനെ ഇങ്ങനെ കായൽ ഇതിനകത്ത് ഈ വെള്ളം കൊണ്ട് കൊടുക്കൂലേ, ഈ സാധനം പുള്ളി പണിയെടുക്കണ. അതാണ് ആരെ വെള്ളം മേടിച്ചുകൊണ്ട് വന്നാണ്, അതിൻ്റെയാണ് പൊട്ടിയേക്കണം. ഇനി എന്താവും അറിയില്ല, അവിടെ ചെല്ലും പറയാം. അയ്യോ നോക്കാം അങ്ങോട്ട് അടുപ്പിക്ക്. ഇവൻ്റെ വലിയ കാരണം പൊട്ടിയതാണെന്ന് തോന്നണം കേട്ടോ കണ്ടിട്ട്. അവൻ്റെ രൂപമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവൻ്റെ വലിയതാണ് അല്ലേ പ്രവീനെ? അങ്ങനെ ഇവിടെ ഒരു ചെട്ടി കയറിയാണ്. ഇത് മാറ്റാൻ വേണ്ടി ചേട്ടൻ വീട്ടിൽ പോയി സ്പാനറൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് വേണ്ടി. ചേട്ടൻ്റെ പേരെന്താണ്? ഷാജി. ചേട്ടൻ്റെ പേരാ? മണിയാണ്. ഈ ചേട്ടൻ്റെ പേരാ? ബിനു. നിങ്ങൾ ഫ്രണ്ട്സാണല്ലേ നേരത്തെ? ഓക്കെ. അപ്പോൾ ഷാജി ചേട്ടനല്ലേ? ഷാജി ചേട്ടനാണ് നമുക്ക് ഇപ്പോൾ പോയി സ്പാനറൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഹെൽപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ നന്ദിയുണ്ട് കേട്ടോ ഷാജി ചേട്ടാ. ആശാനും ഇവിടെ പണിപ്പുരയിലാണ്. എന്താവും നോക്കട്ടെ. മെഷീനൊക്കെ ഏകദേശം കയറക്കിട്ടി അങ്ങ് വലിക്കാവുന്ന രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. അയച്ചേട്ടൻ വഞ്ചി കയറി, ഞാനും കയറാൻ പോണേണ്. ചേട്ടാ അപ്പോൾ വളരെയധികം നന്ദി കേട്ടാ. കാണാം. ഓക്കെ കാണാം. കയറിക്കോട്ടെ പ്രവി. അപ്പം അങ്ങനെ അങ്ങ് വഞ്ചി എടുക്കണേന്ന് കേട്ടോ ഇവിടുന്ന്. ഓക്കെ ചേട്ടാ, താങ്ക് യു. അവൻ കയറൊക്കെ ചുറ്റിയാണ്ട് ഇനി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോണം. മറ്റു കപ്പലൊക്കെ പോയി കാണാം. സെറ്റായി. ഓക്കെ ഇനി അവൻ രാജാവാണ്. കണ്ട അവൻ്റെ മുഖത്ത് സന്തോഷം കണ്ട. ഇത്ര നേരം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കണായിരുന്നു. ഇപ്പൊ പണി പഠിച്ച് ഇനി ഒന്നും നോക്കാല്ലേ. ഇനിയിപ്പോ കയറ് അല്ലേ. നമ്മുടെ പരിപാടിയിലൊരു ചേഞ്ച് ഉണ്ട്. നമ്മൾ പാതിരാമണൽ മാത്രമല്ല, ആ പോണ വഴിക്ക് തണ്ണീർമുക്കം ബണ്ടും കൂടി കണ്ടിട്ടേ വരുള്ളൂ കേട്ടോ. അത് തണ്ണീർമുക്കം ബണ്ട് കണ്ട് എന്നിട്ട് പാതിരാമണലും പോയിട്ട് വരുള്ളൂ കേട്ടോ. ചീനവലയാണ് മുഴുവൻ. നമ്മുടെ ബോൾഗാട്ടി പാലസ് പോലെ
അല്ല അവിടുത്തെ ആ ഒരു സ്റ്റൈലിലും മതിലൊക്കെ കെട്ടി കണ്ട ഏകദേശം ആ ഒരു ഫീല് നോക്കി കണ്ട. അപ്പൊ തണ്ണീർമുക്കം ബണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട. ഒരു വഞ്ചി വന്നിട്ട് കേട്ടോ പോയിക്കോട്ടെ. നമ്മുടെ അതേ പായൽ കയറി ആകെ നോക്കിയേ മോട്ടറൊക്കെ ഓഫ് ചെയ്ത് വേറെ വഴിയില്ല. നോക്കിയ മൊത്തം പായൽ വേണ്ട. എല്ലാരും പണിയിലാണ്. ഏത് സാധനം? ആ പങ്കായം പങ്കായം. അച്ചോ മാൻ അത് പോയ പണി പാടും. എടുക്കാം ഡോണ്ട് വറി. നമ്മുടെ പങ്കായം പുള്ളി അവിടെ വെച്ച് അല്ലേ, പങ്കായം പ്രതി അവിടെ വെച്ച്. നീ ലെഫ്റ്റിലോട്ട് വെച്ചു. ആ അങ്ങനെ നമ്മ വീണ്ടും മോട്ടോർ സ്റ്റാർട്ടായിട്ടുണ്ട്, പോണേണ്. ഇപ്പൊ ആയാലും നമ്മള് പണി വന്നുകൊണ്ടിരിക്കണാണ്, ഒരു രക്ഷയില്ല. കഷ്ടപ്പാടാണ്. കേറ്. ഓ രക്ഷപ്പെട്ടു അങ്ങനെ. ആ പായല് സ്റ്റിക്ക് താഴത്തേക്ക് വെച്ചോ. രക്ഷപ്പെട്ടു. പ്രവീൺ രക്ഷപ്പെടുത്തി നമ്മളെ, അങ്ങനെ വേണം പറയാൻ. ആ ഈ ഇങ്ങനെ പായൽ വന്ന് കയറി എന്ത് ചെയ്യാനാണ്, ഒരു രക്ഷയില്ലാണ്ടായിട്ട് ഉഗ്രം പണിയായിപ്പോയി നമുക്ക്. ഓ പായൽ അല്ലേ. അപ്പോൾ നമ്മ ഇപ്പോൾ നിൽക്കുന്നത് തണ്ണീർമുക്കം ബണ്ടാണ് കാണുന്നത്. അതിൻ്റെ സൈഡിൽ ചെറിയൊരു ചട്ടിയിൽ അടുപ്പിച്ചേക്കണതാണ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ചേട്ടൻ്റെ പേരെന്താണ്? ശിവൻ. ഓക്കെ, പ്രവീൻ്റെ ഫ്രണ്ടാണ്. ശിവൻ ചേട്ടൻ പിടിച്ചല്ലേ? ശിവൻ ചേട്ടൻ പിടിച്ച ചെമ്മീനൊക്കെ ഉണ്ട് കേട്ടോ, അതേ കാണിച്ചിട്ടുണ്ടോ. കൊഞ്ചാണ് ചെമ്മീനാണ്? ചെമ്മീൻ കാലുള്ള ചെമ്മീനാണ്. അതായത് ശിവൻ ചേട്ടൻ പിടിച്ച കാലുള്ള ചെമ്മീനാണ്. ഇത് ലൈവാണ് കണ്ടോ, വഞ്ചിയിലൊക്കെ. അതെല്ലേ, ഇതിൻ്റെ അകത്തുണ്ട്. അത് ചത്തുപോയതാണ്. ഇവിടെ ജീവനോട് കൂടി നടക്കും. ഇതെടുത്ത പണി കിട്ടും, ചാടിപ്പോ അല്ലേ? അപ്പോൾ വേണ്ട, അല്ലെങ്കിൽ കയ്യിലെടുത്ത് കാണിച്ചു. അന്ന് എടുക്ക്, ചേട്ടൻ എടുക്ക്. അതാണ് ഞാൻ ചോദിച്ചത്. ഒരെണ്ണം എടുത്ത്, ഒരെണ്ണം ഞാൻ ചേട്ടൻ ഒരെണ്ണം എടുത്ത് കാണിച്ചിട്ടാണ്. ഞാനെടുത്താൽ ചിലപ്പോൾ ചാടിപ്പോവും. ചേട്ടൻ പണിയെടുത്ത് വെറുതെ. ചേട്ടക്കാരനാണ്. ആ ശിവൻ ചേട്ടനെ കണ്ടാൽ നന്നായി. കണ്ട, നിങ്ങൾക്ക് സാധനമൊക്കെ കാണാൻ പറ്റില്ല. ഒരു മിനിറ്റ് അങ്ങനെ നോട്ടാ. കണ്ട, ലൈവാണ്, ലൈവ്. ആ ശിവൻ ചേട്ടൻ്റെ ഫേസ് ഒന്ന് കാണിച്ചേ. ഇങ്ങോട്ട് എനിക്ക് വെയിൽ. ആ ശിവൻ ചേട്ടൻ കണ്ടല്ലോ. ആ ഇതേ പെട്ടക്കണിങ്ങനെ കിടന്നത് ഇവിടെ അഞ്ചിൽ. ശിവൻ ചേട്ടൻ്റെ സ്വന്തം അല്ലെ, നമ്മുടെ ബെൻസ് വേറെ ശിവൻ ചേട്ടൻ്റെ ബെൻസാണ് കാണുന്നത് അല്ലേ? ഇട്ടോ. അപ്പോൾ ശിവൻ ചേട്ടാ നന്ദിയുണ്ട് കേട്ടാ. ശിവൻ ചേട്ടൻ പറഞ്ഞ് ഇങ്ങനെ ഒരു സാധനം കിടക്കണ്ട്, വേണമെങ്കിൽ വീഡിയോ എടുത്തോളാം. ഇപ്പോൾ പിന്നെ എടുക്കാണ്ട് പോകണം. എങ്ങനെ ശരിയാണ്? ഞാൻ എറണാകുളം.
അടുത്തെന്ന് പറഞ്ഞാൽ പാലാരട്ടം പാലം. പാലാരട്ടം പാലം ഫേമസ് ആയ കാരണം ഇപ്പൊ എളുപ്പമാണ്, 1 കിലോമീറ്റർ ഉള്ളു. എടുത്തു വണ്ടി പിന്നെ വെള്ളം പോട്ടെ. ഒരു പച്ചപ്പ് കാണാൻ അതാണ് പാതിരാമണൽ. നേരത്തെ ടൂറിസംകാരെ ഏറ്റെടുത്തപ്പോഴൊക്കെ പാസുണ്ടായിരുന്നു, ഇപ്പൊ ഫ്രീയാന്ന് പോകണം. ഞാൻ അങ്ങനെ ശിവൻചേട്ടൻ പോണേ. അപ്പൊ ശിവൻചേട്ടാ കാണാം. ഓക്കെ ബൈ. ഇവിടെ നമ്മ ഇപ്പൊ ഇറങ്ങിയപ്പോ ഒരു കടയുടെ മുന്നിലിട്ടേക്കണ ബ്രാൻഡ് നോക്കി കൊടുക്കാനായിട്ടിരിക്കണല്ലേ. കണ്ടോ നോക്കി ബ്രാൻഡാണ് മൊത്തം വിൽക്കാനിട്ടേക്കണ കേട്ടാ. ഇവിടെ പിന്നെ കണ്ട കിടക്കണ ബ്രാൻഡ് മാത്രം. അപ്പോൾ ഞങ്ങൾ പോയി ഹോട്ടലിൽ കയറി ഫുഡൊക്കെ അടിച്ച് ഇതേ റിട്ടേൺ വഞ്ചിയിലേക്ക് കയറാൻ പണിയാണ്. പോയി പൊറോട്ടയും ബീഫും മുട്ടക്കറിയും ഉണ്ടായല്ലേ, കഴിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വഞ്ചി കയറാൻ പണിയാണ്. അവിടെ ഇതണ്ട അവിടെ നിന്ന് അറ്റം വരെ തണ്ണീർമുക്കം പണ്ടാണ് അല്ലേ. നമുക്ക് എന്തായാലും റിട്ടേൺ വരുമ്പോൾ അടുത്ത് തന്നെ കാണിച്ചു തരാം, അല്ലെങ്കിൽ അടുപ്പിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പാതിരാമണകളുടെ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ടയേർഡായി പോയ പണിയാണെന്ന് പറയണത്. കേട്ടോ അവര് കൊട പിടിച്ചു കൊടുക്കേ. ഓപ്പോസിറ്റ് കാണാണ് പാതിരാമണല്. കണ്ട നമ്മുടെ വഞ്ചിയുടെ നേരെ മുന്നിൽ കണ്ട. കണ്ട അതാണ് പാതിരാമണല്. അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കണം. നമ്മ തൊട്ടടുത്തെത്തി. നമ്മ പാതിരാമണൽ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ജെട്ടി കണ്ടു. അങ്ങോട്ട് നമ്മുടെ വഞ്ചി മോട്ടറൊക്കെ ഓഫ് ചെയ്ത് അടുപ്പിച്ചുകൊണ്ടിരിക്കണതാണ് കാണുന്നത്. അടുക്കൂലേ? അതെന്താടാ അങ്ങനെ പറയണേ? അടുക്കില്ലെന്ന് എന്താ വർത്താനം പറയണേ? ഞാൻ കരയിൽ എവിടെയും കൊണ്ട് നിർത്തിയിട്ട് എന്തെവിടെയും പറഞ്ഞു അങ്ങനെയാണ്. അടുപ്പിക്കണമല്ലോ, വേറെ വഴിയില്ലല്ലോ. എനിക്ക് പിടിക്കാനാണ്. നീ കുറച്ച് സ്നേഹത്തില് പറഞ്ഞു നോക്കി, ചിലപ്പോ പിടിക്കും. പ്രവീണ കൊണ്ട് മാത്രം നടക്കാനായിട്ട് അജിച്ചേട്ടനും പണി തുടങ്ങിയാണ് അല്ലേ. അവിടെ കുത്ത ഇപ്പൊ കര കാണാം. അതെ ഇവിടെ ചെറിയ മറ്റേ ഹൗസ് ബോട്ടൊക്കെ ഒന്ന് എടുക്കണേ നമ്മുടെ ഇത് പണിയാവും. പിന്നീട് തന്നെ എടുത്തിട്ട് നമ്മുടെ മത്സ്യബന്ധന നൗകയാണല്ലോ. നിന്റെ നൗക അങ്ങോട്ട് അടുപ്പിക്ക്, അജിച്ചേട്ടൻ അങ്ങനെ വഞ്ചിന്ന് കയറാൻ പോണെയാണ്. വേറെ ഒന്നല്ല, ഇവിടെ കെട്ടാനുള്ളൊരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല. കാരണം ആരെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ ബോട്ടൊക്കെ അടിപ്പിക്കാൻ വേണ്ടി വന്നാൽ അവർക്കുള്ള സ്പേസ് അവിടെ ഇട്ടിട്ട് ഞങ്ങളുടെ നൗക ഇവിടെ അങ്ങോട്ട് ഒതുക്കണേണ്. അങ്ങോട്ട് വലിച്ചേ. ഓക്കെ സെറ്റ്. ഞാൻ എന്താവോ നോക്കട്ടെ. ഇത് മറ്റേ കാറിന്ന് ഇറങ്ങുന്ന പരിപാടിയല്ല. ഇനി വിട്ടാ താഴെ പോയാ ഞങ്ങൾ അങ്ങനെ പാതിരാമണലിൽ കയറാൻ പോണേണ്. ഇവിടെ വന്ന് ഇറങ്ങി വഞ്ചിന്ന് കയറാൻ കണ്ടല്ല, ഇവിടെ വന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം, നോക്കിക്കേ. ഇതുണ്ടോ നമ്മുടെ വെള്ളം കൊണ്ട് കിടക്കണം, നമ്മുടെ വഞ്ചിയാണ്. ഇതാണ് ഇവിടുത്തെ അടിപൊളിയല്ലേ. ഇവിടെ അജിച്ചേട്ടനും പ്രവീണൊക്കെ റെഡിയാണ് പോകാൻ. ഇതാണ് എൻ്റെ ഞങ്ങൾ വന്ന സ്ഥലത്തെ എൻട്രൻസ് ഇതാണ്. വേറെ എൻട്രൻസ് എന്താണെന്നറിയില്ല. ആരാണ് ഇവിടെ മുരം വെച്ചേക്കണം? പാസ് ഉണ്ടായിരുന്നല്ലേ പാലത്തിന്റെ 0 വായിച്ചു. പ്ലാസ്റ്റിക് പോലും നിരോധന. ഏത് ഈ സാധനം ഇവിടെ ഉണ്ടാവണോ? കുപ്പിയുണ്ട്. ഓ അതാണ് പ്രശ്നം. ഞാനോടത്ത് കുമരകം എത്ര കിലോമീറ്ററാണ് ഇവിടെ എഴുതിയിട്ടുണ്ടായില്ലടാ, മാഞ്ഞു വേടാ. കൊച്ചി
അയ്യോ എത്ര കിലോമീറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു, മാഞ്ഞു പോയി. കൊച്ചി ഒരു 3 ഒരു മിനിറ്റ്, കൊച്ചി 53 കിലോമീറ്റർ കേട്ടോ, അത് കാണാം. കുമരകം മാഞ്ഞു പോയി. ഞങ്ങൾ ഇപ്പോൾ കണ്ടിട്ടില്ല, നമ്മൾ വഞ്ചിയിലാണ് വന്നത്, വഞ്ചി മാർഗമാണ് വന്നത്. എടാ നമ്മളിപ്പോൾ വഞ്ചിയിൽ എത്ര കിലോമീറ്റർ പോകണ്ടുണ്ടാവും വല്ല ഐഡിയ ഉണ്ടോ? 12 കിലോമീറ്ററിന് മേളിൽ വന്നിട്ടുണ്ടാണ്. ഞാൻ നേരത്തെ 12 ഞങ്ങൾ ഈ വഞ്ചിയിൽ ഇരുന്നിട്ടേ നമ്മുടെ ദൂരം മനസ്സിലാവില്ല. ഞാൻ നോക്കുമ്പോൾ ഇനി ഒരു കിലോമീറ്റർ ആയിട്ട് ഉള്ളടാന്ന് പറഞ്ഞു. എന്നിട്ട് സ്ട്രാവ ഓണാക്കിയിട്ട് നോക്കിയാൽ സൈക്ലിങ്ങിൻ്റെ ആപ്പ് ഉണ്ടല്ലോ സ്ട്രാവ, അത് ഓണാക്കിയിട്ട് നോക്കിയപ്പോൾ എന്നിട്ടും വന്ന ആ ടൈമിൽ 2.5 കിലോമീറ്ററോളം. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ മറ്റേ ദൂരം മനസ്സിലാവില്ല. പാതിരാമണ്ഡലം ദ്വീപ് ഇവിടെ എന്താണ്ടും ബോർഡൊക്കെ വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മരങ്ങൾ, കുറ്റിച്ചെടികൾ 22, ചെറുസസ്യങ്ങൾ 73, വെള്ളച്ചെടികൾ 13, അങ്ങനെ പല സാധനങ്ങൾ. മത്സ്യങ്ങൾ ഇവിടെ എന്തൊക്കെയാണ്, ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവം എന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് കയറി കാണാം. എന്ത് കാണുന്നു അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ അല്ലേ? എന്ത് നമ്മൾ അവിടെ പോകുമ്പോൾ കാണുന്നു അത് നമ്മൾ കാണിച്ചു തരും, അത്ര തന്നെ. കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് അല്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൂടെ വന്ന ഗൈഡ് പറയണം, ഏയ് പ്രവീണേ സാറിനെ വിളിച്ചേ, സാറ് ഇതൊക്കെ കാണിച്ചു തന്നാൽ പണി നടക്കും. ഇത്രയും വലിയ കായൽ അതുമൊക്കെ കടന്നു വന്നിട്ട് ഇവിടെ വന്നപ്പോൾ പാതിരാമണലിൻ്റെ അകത്ത് ഒരു കുളം നോക്കി ഇവിടുത്തെ വഴിയൊക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത്. എങ്ങോട്ടാണ് പോക്ക്, എങ്ങോട്ടാ? എല്ലായിടത്തേക്കും വഴിയുണ്ട്. അല്ല വഴി ഇഷ്ടം പോലെ ഉണ്ട്. ഇതെങ്ങോട്ടാ പോകേണ്ടത്, റിട്ടേൺ വന്ന വഴി അറിയണം കേട്ടോ. പ്രവിയേ എവിടെ ഉണ്ട്? ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണാണ്, എങ്ങും എത്തിയിട്ടില്ല. 2 സൈഡിൽ നമുക്ക് തോടൊക്കെയുണ്ട്. അറിഞ്ഞു ഈ ചൂണ്ടക്കാരെ കൊണ്ടത് ഇവിടെ എല്ലാത്തിനും നടക്കാറുണ്ടല്ലേ. ഈ ഒരു ടെമ്പിളുണ്ട്, ഇതൊക്കെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി. അതെ, എന്തെന്തായാലും മനുഷ്യൻ നന്നായാൽ മതി. കണ്ട ശ്രീനാരായണ ഗുരുദേവ ടെമ്പിൾ. അങ്ങനെ നമ്മളിപ്പോൾ പാതിരാമണലിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഏത് ഭാഗമാണ് എങ്ങോട്ടാണ്? ഇതേ ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. പ്രവീൺ പറയണ അങ്ങോട്ട് പോകാന്നാണ്. പ്രവീൺ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അജിച്ചേട്ടൻ പറയണ ലെഫ്റ്റാണ്. എനിക്കും തോന്നിയത് ലെഫ്റ്റാണ്. ഇവിടെ ഇനി ബാക്കിലോട്ട് പോകാനും പറ്റില്ല. പ്രവീൺ പറഞ്ഞത് അങ്ങോട്ട് പോകാന്നാണ്. അജിച്ചേട്ടൻ പറഞ്ഞു നമ്മൾ വന്നത് നേരെ. അജിച്ചേട്ടൻ പറഞ്ഞു ലെഫ്റ്റ്, ഞാൻ ലെഫ്റ്റ് ഒരു രക്ഷയില്ല. എന്നാ പോര് എന്തായാലും. അല്ല മുമ്പിൽ ഞാൻ തന്നെ നടക്കണം. എങ്ങനെയാണ് ഇപ്പോൾ ഒരു സാധനം ഇവിടെ, എന്തോ ഒരു വലിയ സാധനം തൊട്ടടുത്തുനിന്ന് എഴുന്നേറ്റ് ഓടണ പോലെ കണ്ട. ഇത് മറ്റെന്താ പറയുക, ഒരു അത്യാവശ്യം ഒരു ആടിൻ്റെയൊക്കെ വലിപ്പമുണ്ട്. എനിക്ക് വേണം ഉടുമ്പ് ആയിരിക്കണം. അജിച്ചേട്ടൻ പറയണതാണ് നല്ല. എടാ ഈ ഏരിയ തന്നെ ഉണ്ടോ? ഇപ്പോഴും അങ്ങനെ കേട്ട് എന്താണ് ഈ ഭാഗത്താണ് വന്നത്. എന്തെന്ന് ഇതണ്ട പേര് പിടിച്ചേക്കണം മുഹമ്മദല്ലേ. ഇവിടെ ഉണ്ട് കേട്ടോ സാധനം, അത് ഉറപ്പാണ്. അയച്ചേട്ടാ അങ്ങോട്ട് പോകണ്ടോ, വഴി പാതിരാമണലിൽ വന്നിട്ട് ഇതാണ് അവസ്ഥ ചേട്ടാ. എല്ലായിടത്തും എന്താണ് മറ്റേ ഇതല്ലേ പറഞ്ഞ ഈ കാട് മുഴുവൻ ഫോറസ്റ്റാണ്. ആ അവസ്ഥയാണ്. ഇതുണ്ടോ വഴി തീർന്നു. തോട് വഴി പോകണല്ലോ, തോട് മാർഗമാണ്. അപ്പോൾ 5 ഇങ്ങോട്ട് കയറുമെങ്കിൽ ഇവിടെ എത്തിക്കായിരുന്നല്ലോ നമുക്ക്. അത് അത്ര നടക്കണ്ടായിരുന്നു. ഇതുണ്ടോ മൊത്തം തോടാണ് ഇതിനകത്ത് അല്ലേ? ഈ കാടിൻ്റെ ഉള്ളിലും തോടാണ്. നമ്മൾ വന്നതേ കായലിൽ നിന്നാണ്. കരിമ്പിൻ്റെ ഇതാണല്ലേ. എന്തെങ്കിലും ഒന്നിൽ നീ കുറച്ച് നിൽക്കണം കേട്ടോ പ്രവി. കരിമ്പാണെങ്കിലും ഈറ്റാണെങ്കിലും നീ എന്ത് വേണേലും പറഞ്ഞോ, ഞാനത് ഏറ്റു പറയും. ഗൈഡാണ് അത്ര ഗൈഡ്. ഇപ്പം ഗൈഡിനെ വഴിയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ ഞാൻ അയച്ചാലും കൂടി. ഇപ്പം നെക്സ്റ്റ് ടൈം വരുമ്പോൾ അവൻ കറക്റ്റായിട്ട് ആർക്കാന്ന് അറിഞ്ഞു തരും. അതെ കേട്ടാ,
കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ പാതിരാമണല്ലോ കരിമ്പ് പറക്കാൻ വരുമെന്ന് ആൾക്കാർ. മാവ് കാണുമ്പോ പണ്ട് അണ്ടി പറക്കാൻ പോയി ഓർമ്മ. വല്ലാത്ത ഫീല്. വേറെ ഇതിനകത്ത് തെങ്ങുണ്ടോ? ആ എന്തല്ലേ വേറെ. ഈ തെങ്ങിന്റെ പ്രത്യേകത അറിയോ? തെങ്ങ് ഒരിക്കലും കാട്ടിൽ നിൽക്കണ തെങ്ങിൽ അധികം അങ്ങനെ തേങ്ങ ഉണ്ടാവില്ല. കാരണം എന്ന് പറയുക എപ്പോഴും മനുഷ്യന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് കാട്ടിൽ തേങ്ങ ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ വീട്ടിലിപ്പോ തെങ്ങുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ഇടിച്ചൊക്കെ കൊടുക്കണമല്ലോ, പെട്ടെന്ന് ഒരു വേര് പൊട്ടിച്ചു കൊടുക്കും. ഇത് തള്ളായാലും തള്ളിന്റെ ഇടയിൽ കൂടിയുള്ള ഉന്തായാലും ശരി, സംഭവം വീഡിയോ പുറത്തു പോകും കേട്ടോ. സത്യമാണ്, എനിക്കറിഞ്ഞൂടാ. കാട്ടിൽ നിൽക്കണ തെങ്ങിൽ തേങ്ങ വളരെ കുറവായിരിക്കും. ഈ കാട്ടിൽ തെങ്ങ് നിൽക്കണ എല്ലാം അവൻ പറഞ്ഞാട്ടെ, എനിക്കറിയില്ല. ഇനി ചിലപ്പോ ന്യായമായിരിക്കും. ഞാൻ കുറെ ആൾക്കാർ പ്രായമുള്ള ആൾക്കാർ പറഞ്ഞു അറിയുള്ളൂ. അതെ, എനിക്ക് ബന്ധങ്ങൾ അല്ല ഇപ്പൊ പറയണതും പ്രായമുള്ള ആളാണല്ലോ. ഞാൻ ആ രീതിയിലാണ് എടുത്തു. ഇവിടെ കുറച്ച് പേര് പോകണുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മൾ അടുത്ത ടെമ്പിളിൻ്റെ ബാക്കിലായിട്ട്. അതുപോലെ അവിടെ ഒരു ഫാമിലി ഉണ്ട്, അങ്ങനെ അവിടെ കുറച്ച് പേരുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ടൈം കൊടുത്തിട്ട് ടൈം കൊടുത്തിട്ട് അവർ ആ ഒരു മണിക്കൂർ ഇന്ന സമയത്ത് ബോട്ട് തിരിച്ചടിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ബോട്ട് അപ്പുറത്ത് 1 മണിക്കൂർ വരുമ്പോൾ തിരിച്ചു വരും. ഒരു ബോട്ടിൽ കൊണ്ടുവന്ന ആൾക്കാരെ ഇറക്കിയിട്ട് പോണേണ്. ടൈം കൊടുത്തേ മറൈൻ ഡ്രൈവാണ് ഇതിലും നല്ലത്. കാരണം അവൻ മറൈൻ ഡ്രൈവിൽ വർക്ക് ചെയ്യാനാണ്. അവൻ അതല്ല, അതിൻ്റെ അപ്പുറത്തെ തള്ളുകളും. ദുബായിൽ പോയി വിഷ്വൽ കാണുന്നതിലും നല്ലത് മറൈൻ ഡ്രൈവിൽ ഒന്നൊരു ബോട്ടിങ് നടത്തി മതി എന്ന് പറയുന്ന ടീമാണ്. നമ്മൾ വന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ കാണുന്നത്. നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ വഞ്ചിയിട്ട. അപ്പോൾ നമ്മൾ ഈ എൻഡും കണ്ടു. ഇപ്പോൾ ഇത് ആദ്യം പ്രവീൺ പറഞ്ഞില്ലേ റൈറ്റിലോട്ട് പോകാമെന്ന്, ആ പറഞ്ഞതിൻ്റെ എൻഡാണ്. ഇത് അവിടെ നിന്ന് ഇതുണ്ട, ഇവിടെയൊക്കെ മൊത്തം തോടാണ് കേട്ടോ. ചെളിയുണ്ട് ചെറുതായിട്ട്, മഴ പെയ്ത് കിടന്നുണ്ട്. കാലിലാണെങ്കിൽ വൈറ്റ് ഷൂസ് കിടക്കുന്നത്, അടിപൊളിയായിരിക്കും ചെളിച്ചോട്ട്. എടാ പ്രവീനെ ഓടല്ലേ നീ, ഞാനും വന്നി. അറിയാം, ഈ കാണുന്നത് ഇതിൻ്റെ ഒരു മറ്റൊരു പോർഷനാണ്. നല്ലൊരു ലൊക്കേഷനായിട്ട് തോന്നിയതുകൊണ്ട് ഞങ്ങൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പാട്ടിൻ്റെ ഒരു പോർഷൻ അവിടെ നിന്ന് എടുത്ത് വേറെ വിഷ്വൽസ് എടുത്തില്ല. അതാണ് ഈ ക്ലിപ്പ് കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു പോർഷൻ നല്ല രസമുണ്ട്. ബാക്കിൽ ഒരു തോടൊക്കെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ കാട് മുഴുവൻ ഫോറസ്റ്റാണെന്ന് പറഞ്ഞ അടുത്ത അവസ്ഥ തന്നെയാണ്. അത് കാണാനാണെങ്കിൽ ഇങ്ങോട്ട് കയറാം. പിന്നെ ഇപ്പോൾ കൊറോണയുടെ പ്രശ്നമൊക്കെ കൊണ്ടായിരിക്കണം അങ്ങനെ നമ്മൾ തിരിച്ച് നടക്കണേണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി തിരിച്ച് റിട്ടേൺ ഇറങ്ങണേന് ഇവിടെ നിന്ന്. എന്തായാലും അതാണ് പ്ലാൻ ചെയ്തേക്കണം. ഇതേണ്ട, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയ കൈത. ഇത് നോക്കി. ഓ, അത് അത്രയും വലുതായത് കാരണം നിന്റെ പ്രായം ഇത്തിരി കുറഞ്ഞു കേട്ടോ പ്രവീനെ. അതല്ലേ മറ്റേ സംഭവം. ഇങ്ങോട്ട് ഒരു ബാക്കിലേക്ക്. അപ്പോൾ ഞങ്ങൾ അതേ പാതിരാമടല്ല വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഇതേ നമ്മുടെ വെള്ളം ഇവിടെ കിടക്കുന്നുണ്ട്. വഞ്ചി കയറാൻ പോണേ നല്ല പ്രവീനെ. പോലെ പ്രവി കുപ്പി കളയരുതെന്ന് പറഞ്ഞാൽ കൈ പിടിച്ചേക്കണേ. കാരണം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടുപോയിക്കണം കുപ്പിയൊക്കെ റിട്ടേൺ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കുറേ കുപ്പി ഉണ്ട്. ഞങ്ങളല്ല അത് ഞങ്ങളുടെ കുപ്പി കയ്യിലുണ്ട്, ഞങ്ങൾ കൊണ്ടുപോകണേ. അപ്പോൾ ഇതിന് തണ്ണീർമുക്കം ഉണ്ട്. നമ്മുടെ ഗവൺമെന്റ് ഒക്കെ ഇടപെട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വിസിറ്റേഴ്സ് ആയിട്ട് വരും, അത് ഉറപ്പാണ്. കാരണം സ്പേസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കൊറോണയുടെ വിഷയമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. കാരണം ഇവിടെ 2 കണ്ടില്ലേ ടിക്കറ്റൊക്കെ കൊടുക്കുന്ന കൗണ്ടർ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ വർക്കിംഗ് അല്ലാത്തത് അതുകൊണ്ടായിരിക്കണം. എന്തായാലും വീഡിയോ അവസാനിക്കാനുള്ള നമ്മൾ പോണേന്ന് തണ്ണീർമുക്കം മണ്ണും കൂടി മര്യാദക്ക് അടുത്ത് കാണിച്ചു തരാം. എന്നിട്ടൊക്കെ നമ്മൾ അവസാനിപ്പിക്കുകയുള്ളൂ. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, അങ്ങനെ നമ്മൾ പാതിരാമണലിൽ നിന്ന് കണ്ടല്ല അവിടെ നിന്ന് നമ്മൾ റിട്ടേൺ എടുക്കണേണ്. തണ്ണീർമുക്കം ബണ്ടാണ്. ആ എൻഡ് തൊട്ടുണ്ട്, അവിടെ തൊട്ട് ഇങ്ങോട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കിലോമീറ്റർ ഉണ്ടാകണം, 1 കിലോമീറ്ററിന് മേലിൽ കാണണം. ഇതിപ്പോൾ എല്ലാ ഷട്ടറും തുറന്നു വെച്ചാണ് കേട്ടോ, നല്ല വെള്ളം ഇതാണ്. ഇതിപ്പോൾ സെൻറ്റർ പോർഷനാണ് നിങ്ങളീ കാണുന്നത്, സെൻറ്റർ. ഇതുപോലെ അപ്പുറവും ഉണ്ട്, കണ്ട ഇപ്പുറം ഈ സൈഡും ഉണ്ട്. കണ്ട അവിടെ കുറച്ച് ചൂണ്ടക്കാരൊക്കെ ഉണ്ട്, കാണാൻ പറ്റണ്ട.
എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ട്. ഈ ഗ്യാപ്പ് കണ്ട് ഈ സ്പേസ് അവിടെ എല്ലാ ഇതിൻ്റെ അടിയിലും ഷട്ടർ ഉണ്ട്. ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് എങ്ങനെയാണ് നല്ല വെള്ളം ഇതാണ് അല്ലേ? ഇപ്പോൾ അല്ലാത്ത ടൈമിൽ ഇതൊക്കെ അടക്കും, ഇതെല്ലാം അടക്കുന്നത്. നമ്മ അതിൻ്റെ പറ്റുണ്ട് ഇപ്പോൾ പോകാൻ പറ്റും. കണ്ട ഇതിൻ്റെ എൻഡാണ്. അല്ല അതിലേ പോകില്ലായിരുന്നു പ്രവീണെ? ഹായ് ബ്ലോക്കായി. മറ്റേ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ MG റോഡിലുണ്ടാക്കിയ അത്ര ബ്ലോക്ക് പോരായിരുന്നു. എന്തായാലും മറ്റേ ഇത് നോക്കി അജീബായി നോക്കി. ഇതാണ് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോഴത്തെ അവസ്ഥ. അതെ ഈ കാണുന്നതാണ് തണ്ണീർമുക്കം ബണ്ട്. ഇത് കണ്ട് 2 ലൈൻ ഉണ്ട്. ഇതുപോലെ ഏറ്റവും എൻഡിലും ഇതേപോലെ ഉണ്ട്. ഈ പായലൊന്നും മാറ്റാണ്ട് ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് നമുക്ക് കിടക്കാൻ പറ്റില്ല. എന്താവുമെന്ന് അറിഞ്ഞൂടാ. അപ്പുറത്തു കൂടി ഒരു വഴി ഉണ്ടായിരുന്നു കണ്ട. അവരുടെ വലിയ വെള്ളമായ കാരണം അവരൊന്നും റിസ്ക് എടുത്താൽ പോകണം. കണ്ടില്ല കൈവശ കാണിക്കണം. അയ്യോ ആ തുഴ എങ്ങനെ എടാ ആഞ്ഞങ്ങോട്ട് തുഴ അത് വെച്ച് അടിക്കരുത് കേട്ടാ. അവൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അവൻ അത് വെച്ച് എൻ്റെ തലക്കടി കളിയാക്കുന്നത്. ഇനിയിപ്പോൾ ഇതേ രക്ഷയുള്ളൂ. ഇത് കണ്ടില്ലേ പായലും നോക്കിയേ. അപ്പോൾ ആ വലിയ വഞ്ചി പോയതുണ്ടല്ലോ, അവർ പോയപ്പോൾ ഞങ്ങൾക്കൊരു ഇത്തിരി ഗ്യാപ്പ് ഇപ്പുറത്ത് കിട്ടി. അപ്പോൾ പിന്നെ ഇതിലേക്ക് അല്ല അജീവായു കപ്പിത്താനും കൊള്ളാം അല്ലേ? കപ്പിത്താൻ പോലും ഞങ്ങളുടെ ഈ കപ്പിത്താൻ ഉള്ളതുകൊണ്ട് ഒറിജിനൽ കപ്പിത്താൻ രക്ഷപ്പെട്ടെന്ന് പറ അല്ലേ? അതെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇറങ്ങി എത്തുമെന്നുള്ളതാണ്. പിന്നെ വണ്ടി കിടക്കണുണ്ടോ, നമ്മ അപ്പുറത്തേക്ക് കിടക്കണാണ്. നമ്മ വന്നത് നമ്മ ഇതിൽ തന്നെ ആയിരുന്നു. ഇതിൽ കൂടി തന്നെ ആയിരുന്നു. പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്ന അപ്പുറത്തേക്ക് എടുത്താണ്. അവിടെയാണെങ്കിൽ ഉഗ്രം പായലായിരുന്നു. ഇവിടെയും ഉണ്ടായിരുന്നു, പക്ഷെ അത്ര ഉണ്ടായില്ല. പിന്നെ വഞ്ചി പോയപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു. ഇതല്ലേ ഈ കാണുന്ന ഡോറുകളല്ലേ? ഇതെല്ലാം അടയോന്ന് കൊള്ള വരുമ്പോ ഇതാണ് അല്ലേ? ഇപ്പൊ നമ്മ നിക്കുന്ന സ്ഥലം 5-6 മീറ്റർ താഴ്ച ഉണ്ടെന്നാണ് പ്രവീൺ പറയുന്നത്. ഏകദേശമാണ്. ഓക്കെ എന്നിട്ട് പ്രവീൺ ഒഴിഞ്ഞു മാറി. ഞാനില്ലേ പ്രവീണിന്റെ അഞ്ചത്തേക്ക് വെക്കുന്നത്. പ്രവീണോട് ഞാൻ പറഞ്ഞേ ഈ മരത്തിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത് നല്ല രസമായിരിക്കുമെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു കളർ കണ്ട, ഡാർക്കല്ല കണ്ട. അപ്പോൾ അത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വെറുതെ വന്നാൽ കാണാൻ വേണ്ടി വന്നെന്ന് വെച്ചാൽ അതുകൊണ്ടല്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം പോസ്റ്റ് ആയിട്ടിരിക്കണത്. നോക്കിയേ വഞ്ചിയുടെ അവസ്ഥ നോക്കിയേ. ഇതാണ് അവസ്ഥ. നല്ലോണം ഷെയ്ക്കാവണേ. ഇപ്പുറത്ത് പായൽ നീങ്ങിക്കൊണ്ടേ ഇതിലും ഷെയ്ക്കുണ്ടായിരുന്നു. അവിടെ ആ സൈഡ് ഭയങ്കര കാറ്റുണ്ട്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പുറം നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതേ കണ്ട. ഇതാണ് അവസ്ഥ കണ്ട. ഇതിപ്പോൾ ഓഫാക്കി ഇട്ടിട്ടാണ് കേട്ടോ. ജസ്റ്റ് മിസ്. പരുന്തന്മാർ വാഞ്ചാന്ന് നടക്കുന്നുണ്ട്. അതായത് ഒരാൾ നമുക്ക് എടുത്തില്ല, എന്നാലും എടുത്തല്ലോ അത് ഇന്ന്. ടാറ്റ അവിടെ ഓൾറെഡി 2 പേര് നിൽക്കണുണ്ടോ കണ്ട. ടാറ്റ കണ്ട. ഒന്നും പറയണ്ട, മുട്ട സീനാണ്. ഞങ്ങൾ അടിച്ചു തരാം. ഇവിടെ മറ്റേ ഇതുണ്ട്, കാറ്റുള്ളതുകൊണ്ട് മഴവെള്ളം പോലെ മേത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കണേ. പ്രവീൺ ഇപ്പം എന്ത് പറയാലും ഞാൻ അനുസരിക്കും, വേറെ വഴിയില്ല. ഇതാണ് അവസ്ഥ. അതാ നമ്മ ആരംഭിച്ച കടവെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇത്തിരി എന്താണ് റിസ്കി ഡ്രൈവിംഗ് ഒക്കെ ആയിരുന്നു. പ്രവീണിന്റെ പ്രത്യേക ഡ്രൈവിംഗ് ആയിരുന്നു, ഒന്നും പറയണ്ട. നോക്കട്ടെ, വീഡിയോ ഒന്നും എടുക്കാൻ തോന്നിയില്ല മിണ്ടാണ്ട് വെച്ച്. അതുകൊണ്ട് കാരണം അത്ര കാരണുണ്ടായിരുന്നു. പറഞ്ഞപ്പോ ഇരിക്കണോക്കി തറയിലാണ് ഇരിക്കണത്.
കാരണം വഞ്ചി ബാലൻസ് ചെയ്യാൻ വേണ്ടി മനസ്സിലായി. അങ്ങനെ നമ്മുടെ കടവ് എത്തിയിട്ടുണ്ട്. എന്തായാലും പേടിക്കണ്ട, സേഫായിട്ട് എത്തിയിട്ടുണ്ട് അല്ലേ? ഇനി ഒന്നും പറ്റാനില്ല. നമ്മളൊന്നിറങ്ങിയപ്പോൾ നമ്മുടെ ഫാൻസ് വന്നേക്കും വേണ്ട സൗണ്ട് ഉണ്ടാക്കിയാൽ മറ്റേ പന്നിറ പോർക്കലിൻ്റെ സൗണ്ട് ഉണ്ടാക്കിയ അറിയില്ലേ? ഞാൻ ട്രൈ ചെയ്യേണ്ട വരും. ഇവിടെ രാവിലെ എന്തോരം വഞ്ചികളായിരുന്നു നമ്മൾ കണ്ടല്ലോ. അവർക്ക് കണ്ട കണ്ടാ ഇവിടെ മൊത്തം വഞ്ചിയായിരുന്നേ. കക്ക പറഞ്ഞവരാണ് കേട്ടോ മെയിനായിട്ട്. ഇവിടെ ഇട്ട് വേവിച്ചിട്ട് കണ്ട കക്ക എടുത്തതിന് ശേഷം വേസ്റ്റ് കിടക്കണം. ഓട് കിടക്കണം കണ്ട. ഇത്തിരി കൊണ്ട് വലുതാണ് കേട്ടോ. നമ്മുടെയൊക്കെ വീടുകളിൽ തൊട്ടിലുണ്ടാവില്ലേ പിള്ളേരാട്ടൻ, അതേപോലെ തൊട്ടിൽ കണ്ട. ഇത് പക്ഷെ കക്ക ഇട്ടിട്ട് ഇങ്ങനെ അല്ലേ ആട്ടുമ്പോ മറ്റേ മണല് പോയി കിട്ടും അല്ലേ? ഇറച്ചി താഴെ പോകും വേവിച്ചതിന് ശേഷം അല്ലേ? ഓ ഓ ഓക്കെ ഓക്കെ. വേവിച്ചതിന് ശേഷം ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോ ഇറച്ചി താഴെ. ആദ്യം ഞാൻ അവിടെ കണ്ടിരുന്നു, വീഡിയോ എടുത്തില്ല. ഇത് ഇവിടെ നമുക്കൊരു മെച്ചനെ കിട്ടിയിട്ടുണ്ട്. നോക്കി, എന്താ പേര്? ഹെക്സ. വീഡിയോയിൽ വന്നു കേട്ടോ, വൈറലായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാം പറയാണ്ട് നീ എന്തുപാട് ഇങ്ങനെ പേടിച്ച ഞങ്ങളല്ലേ വഞ്ചിരുന്നു. നീ എന്തിനാ അവൻ പേടിച്ചിരിക്കണേ. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ശ്വാസം വീണ കേട്ടോ. സത്യം പറഞ്ഞ എന്ത് കാറ്റായിരുന്നു ഇവൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. പക്ഷേ അനുഭവിച്ചു അല്ലേ? ഇല്ലേ? അത് വീഡിയോ അധികം എടുത്തിട്ടില്ല, കാരണം ആ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. ഞങ്ങള് രണ്ടുപേരെയും കരക്കെത്തിക്കാനുള്ള ടെൻഷൻ. അത് ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. അറിയും ഒരു ഇവൻ വീട് കഴിഞ്ഞാൽ ഇവൻ വീട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല, കാരണം പോയി. പിന്നെ നിന്നെ ഒരു പാലത്തിനോട് കിട്ടുള്ളൂ, അവിടെ വല വെക്കണം. വെള്ളം ചീത്തയെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം അല്ലേ? അപ്പൊ ഓക്കെ, ഒരു ബൈ കൊടുത്തിരിക്കും. ഓക്കെ കാണാം.